5 ഗണിത ചോദ്യങ്ങളും ഉത്തരം കാണാനുള്ള സിമ്പിൾ മെത്തേഡ്സും പരിചയപ്പെടാം. തുടങ്ങാം. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ CRUDE എന്നത് 542113 എന്നും BOSTON ബോസ്റ്റൺ അല്ലെ അങ്ങനെ വായിക്കാം എന്നത് 141520195152 എന്നും എഴുതിയിരിക്കുന്നു. ആ ഭാഷയിൽ ഡോക്കിറ്റ് DOCKET എങ്ങനെ എഴുതും? അപ്പൊ ഇവിടെ ഈ ചോദ്യത്തിൽ എന്താണത്? ഒരു കോഡ് ഭാഷയാണ്. ആദ്യം ഒരു ഇംഗ്ലീഷ് വാക്ക് തന്നു, ആ ഇംഗ്ലീഷ് വാക്കിനെ അക്കങ്ങളാക്കി മാറ്റി, അങ്ങനെ കോഡ്. വീണ്ടും ഒരു ഇംഗ്ലീഷ് വാക്ക് തന്നു, അതിനെ വീണ്ടും അക്കങ്ങളാക്കി മാറ്റി. എന്നിട്ട് മറ്റൊരു ഇംഗ്ലീഷ് വാക്ക് തന്നിട്ട് അതിനെ ഇതുപോലെ കോഡ് ഭാഷയിൽ എഴുതണം. അപ്പൊ അവിടെ എഴുതിയത് ഞാൻ ഒന്നുകൂടെ എഴുതാം. ആദ്യം CRUDE, അതിനെ കോഡ് ഭാഷയിൽ എഴുതി എന്താ? 542113. ഇതാണ് ആദ്യത്തെ ഇംഗ്ലീഷ് വാക്ക്, അതിന്റെ കോഡ്. രണ്ടാമത്തതോ BOSTON, അതിനെ കോഡ് ഭാഷയിൽ എഴുതിയപ്പോൾ 141520191552. ഓക്കെ, ഇനി എന്താ വേണ്ടത്? ഇതാ ഇതിനെ DOCKET, രണ്ട് ഇംഗ്ലീഷ് വാക്കും അതിന്റെ കോഡും തന്നു. മൂന്നാമതൊരു ഇംഗ്ലീഷ് വാക്കിനെ അതേപോലെ കോഡാക്കി മാറ്റണം. എപ്പോഴും ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സൂക്ഷ്മതയാണ്, നമ്മുടെ നോട്ടത്തിലെ സൂക്ഷ്മത ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ 1 2 3 4 5 6 അക്ഷരേ ഉള്ളൂ. പക്ഷെ 1 2 3 4 5 6 7 8 9 10 11 അക്കങ്ങളുണ്ട്. അപ്പൊ ഈ അക്ഷരങ്ങളും അക്കവും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നാണ് അല്ലെ? ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. ഇപ്പം ഇതിലെ ആദ്യത്തെ അക്ഷരം എന്താ? C ആണ് അല്ലെ? അത് ഇംഗ്ലീഷ് ഭാഷയിലെ മൂന്നാമത്തെ അക്ഷരമാണ്. അതിവിടെ എഴുതി വെച്ചിരിക്കുന്നു. ലാസ്റ്റ് തുടക്കം ഇതാണ്, കോഡിന്റെ അവസാനം ഇതാണ്. ഓക്കെ, ഇപ്പം അവസാനം എന്താണ്? E ആണ്. അത് എത്രാമത്തെ അക്ഷര? 5. അതാണ് ആദ്യമുള്ളത്. തിരിച്ചിട്ട് അത് കഴിഞ്ഞാൽ E കഴിഞ്ഞ പിന്നെ ഇപ്പുറത്ത് എന്താണുള്ളത്? D. അത് 4ാമത്തെ അക്ഷരമാണ്. C കഴിഞ്ഞാൽ ഏതാ? 6 ആണ് അല്ലെ? R എന്ന് പറയുന്നത് എത്രാമത്തെ അക്ഷരമാണ് ഇംഗ്ലീഷില്? അത് 18ാമത്തെ അക്ഷരമാണ്. U 21ാമത്തെ അക്ഷരം. അപ്പൊ ഇവിടെ ശരിക്കും ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്രമം അത് തിരിച്ചിട്ടാണ്. അതായത് C3 ആദ്യമല്ല എഴുതിയിരിക്കുന്നത്, തിരിച്ച് ഇങ്ങനെ അങ്ങോട്ടേക്ക് എഴുതി, അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് ഇവിടെയുള്ളത്. ഇപ്പൊ B എത്രാമത്തെ അക്ഷര? 2. N എത്രാമത്തെ അക്ഷര? 14. O എത്രാമത്തെ അക്ഷര? 15. ഇവിടെയുണ്ട് O, ഇവിടെയുണ്ട്, 2 15. ഇനി T എത്രാമത്തെ അക്ഷര? 20ാമത്തെ അക്ഷരമാണ്. SO അത് 19ാമത്തെ അക്ഷരം. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ തന്നെ അക്ഷരമാല ക്രമത്തിലെ അതിന്റെ ആ അക്കങ്ങളാണ്. അത് തിരിച്ച് ഇങ്ങനെ തുടങ്ങുന്നതിന് പകരം ഇങ്ങനെ തുടങ്ങി എഴുതുന്നു. അപ്പൊ അതുപോലെ നമ്മൾ എന്തെഴുതണം? D 4ാമത്തെ അക്ഷരമാണ്, അത് അവസാനം എഴുതും അല്ലേ? O വന്നല്ലോ. O എത്രാമത്തെ അക്ഷരമാണ്? അത് 15ാമത്തെ അക്ഷരമാണ്. ഇവിടെ C 3ാമത്തെ അക്ഷരം. K IJK
11ാമത്തെ അക്ഷരം. ഇയോ ഈ 5ാമത്തെ അക്ഷരം. ടി 20ാമത്തെ അക്ഷരം. ഇങ്ങനെയാണ് ഇതിനെ കോഡ് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തന്നിരിക്കുന്ന പാറ്റേണിൽ നഷ്ടമായ സംഖ്യകളാണ് 0, 1, 1, 2, 3, 5, 8 ഡാഷ് 21, 34 ഡാഷ് 89. അപ്പൊ ഇവിടെയും രണ്ട് സംഖ്യകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഉത്തരമാണ് ആ നഷ്ടപ്പെട്ടു പോയ സംഖ്യകളാണ് കണ്ടുപിടിക്കേണ്ടത്. 0, 1, 1, 2, 3, 5, 8 ഡാഷ്. അത് കഴിഞ്ഞാൽ 21, 34 ഡാഷ് 89. ഇതും നമ്മുടെ വളരെ സൂക്ഷ്മമായ നോട്ടാണ്. സിമ്പിൾ. നോക്കൂ, 0 1 കൂടി ചേർന്ന 1, 1 1 കൂടി ചേർന്ന 2, 2 3 കൂടി ചേർന്ന 5, 3 5 കൂടി ചേർന്നാൽ 8, 5 8 കൂടി ചേർന്നാൽ 13 ആണ് ഇവിടെ. 8 13 21, 21 34 55 അല്ലേ? 34 55 51. അപ്പം 13 55 ഈ രണ്ട് സംഖ്യകളാണ് അവിടെ നഷ്ടമായത്. ക്ലിയർ ആയല്ലോ? മൂന്നാമത്തെ ചോദ്യം. 45 സംഖ്യകളുടെ ശരാശരി 150 ആണ്. 46 എന്ന സംഖ്യ 91 എന്ന് തെറ്റായി എഴുതിയതായി പിന്നീട് കണ്ടെത്തി. എങ്കിൽ കൃത്യം ശരാശരി എത്രയാണ്? 45 സംഖ്യകളുടെ ശരാശരി 150 ആണ്. 46 എന്ന സംഖ്യ 91 എന്ന് തെറ്റായി എഴുതിയതായി പിന്നീട് കണ്ടെത്തി. എങ്കിൽ കൃത്യം ശരാശരി. എന്താ പറ്റിയതല്ലേ? ശരാശരി കണക്കാക്കുമ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. ആദ്യം എന്താ, 45 സംഖ്യകളാണ്, 150 കണ്ടെത്തിയത്. യഥാർത്ഥത്തിൽ ഈ 45 സംഖ്യകളിലെ 46 എന്നായിരുന്നു വേണ്ടത്. പക്ഷേ എന്ത് പറ്റി? 91 എന്ന് എഴുതി കൂട്ടിപ്പോയി. അങ്ങനെയാണ് ഈ ശരാശരി 150 ആയത്. അപ്പൊ യഥാർത്ഥ ശരാശരി കാണും അല്ലെ? ശരിക്കും എത്രയാ വേണ്ടത്? 46. എഴുതിപ്പോയത് 91. അപ്പൊ ഇവ തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 91 മൈനസ് 46, 45 വ്യത്യാസമുണ്ട്. അതായത് ഈ 150 നിന്ന് 45 കുറച്ചിട്ട് വേണം 45 സംഖ്യകളുടെ ശരാശരി കാണാൻ. അതിനേക്കാൾ നല്ല എന്താ അറിയാം, ഇങ്ങനെ വളഞ്ഞു പോണ്ട. ഈ 45 അല്ലെ, 45നെ ഈ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 45/45 അത് 1 ആണ്. ആ 1 ഇതിൽ നിന്ന് കുറച്ചാൽ കറക്റ്റ് ശരാശരി എത്ര? 149. അത് മാത്രമേ വേണ്ടൂ. അങ്ങനെ ചെയ്താൽ മതി. മനസ്സിലായല്ലോ? അതായത് കൂടിപ്പോയത് 91 ആണ് അല്ലേ? തെറ്റായി എഴുതിപ്പോയത്. ശരിക്കും വേണ്ട 46. ഇവ തമ്മിലുള്ള വ്യത്യാസത്തെ 45. ആ 45നെ എണ്ണം കൊണ്ട് ഹരിക്കുക, 1 കിട്ടും. ആ 1 തെറ്റായി കിട്ടിയ ശരാശരിയിൽ നിന്ന് കുറച്ചാൽ മതി. 150 നിന്ന് 1 കുറച്ചാൽ മതി. അപ്പോൾ 149. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. 28 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു വൃത്തത്തിന്റെ ചുറ്റളവ്. അപ്പൊ വൃത്തത്തിന്റെ ചുറ്റളവാണ് കാണേണ്ടത്. അത് വ്യാസം തന്നിരിക്കുന്നത് 28 സെന്റിമീറ്റർ. വൃത്തത്തിന്റെ ചുറ്റളവ് കാണാൻ എന്താ? 2πr. ഇവിടെ വ്യാസം എത്രയാ? 28. അപ്പം 6 ആണ് അല്ലേ? 6 എത്ര വരും? അതിന്റെ പകുതി 14. അപ്പൊ 2πr 2 ഗുണിക്കണം പൈ 22/7 ഗുണിക്കണം 14. അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഈ വ്യാസം അല്ലേ, 2r എന്ന് പറഞ്ഞ വ്യാസം തന്നെ. അപ്പം 28 ഗുണിക്കണം 22/7 എന്ന് എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല. 2 14 28. അപ്പൊ വ്യാസത്തെ 22/7 കൊണ്ട് ഗുണിച്ചാലും ചുറ്റളവാണ്. ഓക്കെ, അപ്പൊ 28നെ 7 കൊണ്ട് ഹരിച്ചാൽ 4. 4 ഗുണിക്കണം 22 88 സെന്റിമീറ്റർ ആണ് ഈ വൃത്തത്തിന്റെ ചുറ്റളവ്. അടുത്ത ചോദ്യം. 0.8432 പ്ലസ് 0.1567 0.8432 പ്ലസ് 0.1567. അത് കൂട്ടുകളുണ്ട്. 2 ദശാംശം. 1.8432 പ്ലസ് കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ്?
കറക്റ്റ് ദശാംശം ഇതാ ഇതേ സ്ഥാനത്ത് വരിക, ബാക്കി സംഖ്യ ഇങ്ങോട്ടേക്ക് എഴുതുക. 1, 5, 6, 7, 3. ഇനി കൂട്ടുക. 7 3 10, 2 7 9 1 10, 3 6 9 1 10, 5 4 9 1 10. ബാക്കി ഒന്നുണ്ടേ, എല്ലാത്തിലും ഓരോന്ന് ബാക്കി വരുന്നുണ്ട്. ആ 1 8 9 1 10, പിന്നെ ബാക്കി 1.00000. അപ്പൊ ഈ ദശാംശത്തിന് ശേഷം മുഴുവൻ എന്താ വരുന്നത്? 0 ആണ്. അതുകൊണ്ട് ഉത്തരം എത്രയാണ്? 1 ആണ് ഇതിന്റെ